എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് കൃഷ്ണദാസ് സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണയും ഗാഥയും കാണാതാവുന്നു. അങ്ങനെ കൃഷ്ണയുടെ അമ്മ അന്വേഷിച്ച് അവിടെ എത്തുകയാണ്. അപ്പോൾ ഗോപാലൻ്റെ ഭാര്യയും കൂടെ കൂടുകയാണ്. അപ്പോൾ ഇങ്ങനെ കഥകളെല്ലാം പറയുന്നു. ഇങ്ങനെ സുന്ദരി അന്വേഷിച്ച് വന്നതാണെന്നും ഞങ്ങളുടെ കൂടെയായിരുന്നു, രാവിലെ ഇങ്ങനെ ലോട്ടറി വിൽക്കാൻ പോയി, പിന്നെ കാണുന്നില്ല എന്നും അറിയിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ കീർത്തിയാണെങ്കിൽ സ്വപ്നം കാണുന്നു ഒക്കെ ഉണ്ട്, ഇങ്ങനെ പേടിച്ച് പനിയൊക്കെ വരുന്നു. അങ്ങനെ ഡോക്ടർ വന്ന് പരിശോധിക്കുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഡോക്ടർ ചോദിക്കുന്നു, ഇവിടെ നാഗങ്ങളുടെ എന്തെങ്കിലും ഇതുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നവീൻ്റെ അച്ഛൻ പറയുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ എന്തോ കണ്ട് പേടിച്ചാണ്, അങ്ങനെ എന്തെങ്കിലും പൂജകൾ ചെയ്യാൻ പറയുന്നു. അപ്പോൾ നവീന് പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അച്ഛനോട് പറയും, ഞാൻ ഇങ്ങനെ പുറത്ത് പോയിട്ട് വരാം, ഇങ്ങനെ ഗാഥയെ കാണുന്നില്ല, അത് അന്വേഷിക്കാൻ ഞാനും കൂടെ ചെല്ലട്ടെ എന്ന് പറയും. അപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ നവീൻ്റെ അച്ഛൻ നവീൻ്റെ ദേഹത്ത് ഇങ്ങനെ ചോര ഇങ്ങനെ ഒരു പാടുകൾ കാണുന്നത്. അപ്പോൾ ചോദിക്കുക എന്താ മോനെന്ന്. അപ്പോൾ പറയും അറിയില്ല, എന്തോ അലർജിയാണെന്ന് തോന്നുന്നു പറയും. അപ്പോഴാണ് പെട്ടെന്ന് കീർത്തി പറഞ്ഞ കാര്യം നവീൻ്റെ അച്ഛനെ ഓർക്കുന്നത്, ഇങ്ങനെ പാമ്പിനെ കണ്ടെന്ന കാര്യം. അപ്പോൾ പറയും നീ ഇനി ഇപ്പോൾ പോകണ്ട എവിടെയെന്ന് പറയും. എന്താ അച്ഛൻ ഇങ്ങനെ തുടങ്ങുന്നതൊക്കെ ചോദിക്കും. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ നവീനെ വിടത്തില്ല. പിന്നീട് നമ്മുടെ അച്ഛൻ നവീൻ്റെ അച്ഛൻ അവിടുത്തെ മുത്തശ്ശിയെ ഫോൺ വിളിക്കുകയും അവിടുത്തെ പൂജകളൊക്കെ എന്തായി വരാറായോ എന്നൊക്കെ ചോദിക്കും. ഇവിടെ ഇങ്ങനെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. സ്ത്രീകൾക്ക് മാത്രമല്ല നവീൻ്റെ ദേഹത്ത് ഇങ്ങനെ സർപ്പം പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ അറിയിക്കുകയാണ്. അതുകൊണ്ട് അമ്മ എത്രയും പെട്ടെന്ന് വരണമെന്ന് പറയും. ഇത് നമ്മൾക്ക് രണ്ടുപേർക്ക് അറിയുന്ന രഹസ്യമാണ്, ഇത് മറ്റുള്ളവരുടെ അടുത്ത് പറയേണ്ടി വരും. ആ മുറിയിൽ അലമാരിയിരിക്കുന്ന കാര്യം നമ്മൾ എങ്ങനെ ഇത് അറിയിക്കും എന്നുള്ളതൊക്കെ ആലോചിച്ച് നമുക്ക് തീരുമാനം എടുക്കാമെന്നൊക്കെ പറയുന്നു. ഇത് നമ്മുടെ കീർത്തി ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അങ്ങനെ കീർത്തി ആ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയിട്ട് അലമാര തുറക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ ആൽബത്തിൽ കുറേ മരിച്ച സ്ത്രീകളുടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അവളിങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുത്തിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സർപ്പം ഇങ്ങനെ നിൽക്കുന്നത് കാണും. പെട്ടെന്ന് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴത്തേനാണ് നവീൻ്റെ അച്ഛൻ ഇങ്ങനെ വരുന്നത്. എന്താ അമ്മയുടെ റൂം ഇങ്ങനെ തുറന്ന് കിടക്കുന്നതിന് പുറത്ത് ഇങ്ങനെ ചാരിയിടും. പെട്ടെന്ന് തന്നെ നമ്മുടെ പിന്നെ കീർത്തി അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഈ സർപ്പം ഇങ്ങനെ ഇതായിട്ട് കാണിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ ഗാഥയുടെ അമ്മ പോയി പരാതി കൊടുക്കുന്നു പോലീസ് സ്റ്റേഷനിൽ. നമ്മുടെ കൃഷ്ണയുടെ അമ്മയും പോലെ പരാതി കൊടുക്കുകയാണ്. അങ്ങനെ ഗാഥയെ അന്വേഷിച്ച് പോലീസ് നവീനെ വിളിക്കുക. അപ്പോൾ നവീൻ്റെ അച്ഛനും അമ്മയും പറയും എന്താ കാണുന്നതെന്നൊക്കെ ചോദിക്കും. പോലീസ് ഇങ്ങനെ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കാണുമ്പോൾ അപ്പോൾ നവീൻ്റെ കൂടെ പോയി എന്നുള്ള ധാരണയിലാണ് നമ്മുടെ സിദ്ധാര കേസ് കൊടുക്കുന്നത്. പക്ഷേ ശരിക്കും നവീൻ്റെ കൂടെ അല്ലല്ലോ പോയത്. അങ്ങനെ കേസൊക്കെ കൊടുത്ത് അത് അവരെ കൃഷ്ണയെ ഗാഥയെ അന്വേഷിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കൃഷ്ണയുടെ അമ്മയും അവരും പരാതി കൊടുക്കുന്നു. ശരിക്കും രണ്ടുപേരും ഒരേ പോലെയാണല്ലോ ഇരിക്കുന്നത്. പെട്ടെന്നാണ് നമ്മുടെ കൃഷ്ണയുടെ അമ്മ ഈ നമ്മുടെ സിദ്ധാരയെ കാണുന്നത്. പെട്ടെന്ന് അവർ ഞെട്ടുന്നുണ്ട്. അതെന്താണെന്നറിയില്ല. അതൊക്കെ നാളത്തെ എപ്പിസോഡിലായിരിക്കും ഉള്ളത്. ഇതിൻ്റെ പുറകിലൊരു കഥയുണ്ടല്ലോ, അതൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക്